ഹായ്, സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ഭക്ഷണം കുക്കിംഗ് വീഡിയോ. അപ്പോൾ വലിയ വീഡിയോ ഒന്നുമല്ല, വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണണം. ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഗോതമ്പ് മാവ് കൊണ്ട് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് മാവ് നനയ്ക്കാനും അല്ലെങ്കിൽ അത് എങ്ങനെ നനച്ചാൽ ശരിയാകും എന്നൊക്കെ ഏറെ പേർക്ക് അറിയാം. എന്നാലും അതുപോലെ അറിയാത്തവരും ഉണ്ട്. ബിഗിനേഴ്സിനും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നും ചപ്പാത്തി കഴിക്കണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പുട്ട് അതിനൊരു കോംബോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ട് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കൂ. പിന്നെ നമുക്കിതൊന്ന് കണ്ടുവരാം. ആദ്യം കോംബോയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനായിട്ട് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 5-6 മണിക്കൂർ രാവിലെയൊക്കെ ഇട്ടാൽ വൈകിട്ട്, അല്ലെങ്കിൽ രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ, അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ചെറിയ കുക്കറിൽ ഞാൻ ഒരു വിസിലാണ് ഇടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി പയറിൽ ചേർക്കും. അതായത് പച്ച കളർ അങ്ങനെ തന്നെ നിൽക്കാനായിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ഉപ്പ് ഒത്തിരി ചേർക്കുന്നില്ല ഇപ്പോൾ, കുറച്ച്. കാരണം ഒരു വിസിൽ വന്നതിന് ശേഷം ഇപ്പം അതേ ഒന്ന് അകത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അല്ല, ഉപ്പ് ഇടേണ്ടി വരും. എന്നാലും ഇപ്പോൾ ഇച്ചിരി കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി വെള്ളം എന്ന് പറയുന്നത്, ഇത് കുതിർത്ത പയറാണല്ലോ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഈ പയറ് ഇങ്ങനെ ഒന്ന് മുങ്ങി നിന്നാൽ മാത്രം മതി. അതായത് ഈ ഒരു ലെവൽ, ഞാനത് കൈ കൊണ്ട് തന്നെ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നിന്നാൽ മതി. ഒത്തിരി കൂടുതലായിട്ട് വേണ്ട. ഞാനിപ്പോൾ 2 ടിന്ന് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു നാഴി എന്നൊക്കെ പറയുന്നത് അതുപോലെ, അങ്ങനെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ 2 കപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ എത്രയാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര എടുത്താൽ മതി. ഈ മാവിലേക്ക്, ഗോതമ്പ് മാവിലേക്ക് നമ്മൾ അതിന് വേണ്ടുന്ന ഉപ്പ്, ഞാനപ്പോൾ ഈ ഇതിന് ഇങ്ങനെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഇതിനൊക്കെ അല്പം ഉപ്പൊക്കെ ഒന്ന് ഉണ്ടെങ്കിലേ ടേസ്റ്റ് കാണുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം വെള്ളം ഒഴിക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, അത് ഒരു കണക്ക് അങ്ങനെ ഒന്നുമില്ല, ഒറ്റ ഇതിൽ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടും ആ വെള്ളത്തിനിട്ട് ഇതാക്കരുത്. പൊടിമാവ് അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. ഈ മാവ് നനച്ച് ഇത് ശരിയാക്കി എടുക്കുന്നതിലാണ് ഗോതമ്പ് പുട്ടിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം ചൂടുവെള്ളമൊന്നും അല്ല ഇത്, സാധാരണ തന്നെ ഞാൻ മിനറൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏത് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ പാകം ശരിയല്ലാതെ വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഇനി നമുക്കൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പാകം അറിയാം. ഇപ്പം പുതിയ ആൾക്കാരൊക്കെയാണ്, കുട്ടികളൊക്കെ പുതിയ പാചകം പഠിച്ചു വരുന്നവരൊക്കെ ആണെങ്കിൽ വേണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന പൊടിമാവ് ഉൾപ്പെടെയാണ് ഇപ്പം ഇതിൽ കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് ഇങ്ങനെ കട്ടയായിട്ട് വന്നത് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും അടുത്തത് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കിട്ടും. കണ്ടോ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഇതിലേക്ക് ചെറുതായിട്ട്, ചെറിയ നനവ് മതി കേട്ടോ. ഇത് അതിൻ്റെ മാജിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ
ഉണ്ടോ? അപ്പം ഇത്ര മതി. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, കുറേയൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന കാണാം നമുക്ക്. അപ്പം പകുതി മാവ് ഇങ്ങനെ ഈ കട്ടയായിട്ട് വന്നോട്ടെ. അടുത്ത് കുറച്ച് മാവ് ദേ കണ്ടോ, ഇതാ നോക്കൂ, പാത്രത്തിൽ നോക്കിയാൽ അറിയാം. ദേ ഇവിടെ കണ്ടോ പൊടിയായിട്ട് തന്നെ കിടപ്പുണ്ട്, അതായത് നനഞ്ഞിട്ടില്ല, തീരെ നനഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പകുതിയും ഇങ്ങനെ പകുതിയും അങ്ങനെ വേണം ഇരിക്കാൻ മാവ്. അങ്ങനെയാണെങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു നനവും ഗുണവും പുട്ടുണ്ടാക്കുമ്പോഴുള്ള ഭംഗിയെല്ലാം കിട്ടുള്ളൂ. ഇപ്പോൾ അതേ പകുതി മാവ് ഇതിലേക്ക് പൊടിയായിട്ട് തന്നെ കിടപ്പുണ്ട്, പകുതി നമുക്ക് കട്ടയായിട്ടും കിടപ്പുണ്ട്. ഇനിയാണ് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതേ ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് അങ്ങനെ ഇടുമ്പോഴും ഒരു ചെറിയ ടിപ്പുണ്ട്. ഇങ്ങനെ ഈ ഒരു കട്ട ഉണ്ടോ, ഈ കട്ട കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇവിടുന്ന് കുറച്ച് കട്ട മാറ്റി കുറച്ച് ആ ഒരു പൊടിയായിട്ട് കിടക്കുന്ന മാവ് കണ്ടോ, കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മിക്സിൽ വരും. അതെ, ഈ നമ്മുടെ ഈ പൾസ് ഒന്ന് ജസ്റ്റ് ഒരു ഇത് മതി നമുക്ക്, ഒത്തിരി ഒന്നും വേണ്ട, അത്ര മതി. ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഇടുക. അതാ ഇപ്പം കണ്ടോ ആ വ്യത്യാസം കണ്ടോ, നമുക്ക് ആ കളറ് അതിൻ്റെ ആ കോമ്പിനേഷൻ്റെ ആ ഇതാണത്. അതായത് ആ ചെറിയ രീതിയിലുള്ള വെള്ളം നനയ്ക്കുന്നതിൻ്റെത്, പിന്നെ നമ്മൾ നനഞ്ഞ മാവും കുറച്ച് പൊടി പോലത്തെ മാവും കൂടി മിക്സ് ചെയ്തതിൻ്റെയാണ് ആ കറക്റ്റ് ഇത് കിട്ടുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അപ്പം ഇനി വീണ്ടും ഇതുപോലെ ഇതിനെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. കുറച്ചൊന്ന് കട്ട പിടിച്ച മാവ്. ഇനി ഞാൻ അതിലിടാൻ പോകുന്നത് കണ്ടോ, പൊടിയായിട്ടുള്ളതാണ്, വെറും പൊടിയാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇതേണ്ടോ, കട്ടയൊന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ ഇടുന്നത് പുട്ടിൻ്റെ ഇടയിൽ നമ്മൾ ഇടുമല്ലോ തേങ്ങ, അല്ലാതെ ഞാൻ ഈ മാവിൽ കുറച്ച് മിക്സ് ചെയ്യും കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഞൗടി ഒന്ന് അതിലോട്ട് ചേർക്കും. അപ്പോൾ അതിൻ്റെ പാലും ഇതൊക്കെ ഇട്ട് എല്ലാത്തിലും കൂടെ ഇറങ്ങിയിട്ട് ഒരു മണം വരും. ഉണ്ടോ, കുറച്ച് തേങ്ങ. ഇതെൻ്റെ സ്ഥിരം നമ്പറാണ് കേട്ടോ, ഇതിൽ ഇങ്ങനെ തേങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ പുട്ട് കുറ്റിയിലേക്ക് നിറയ്ക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തേങ്ങ എല്ലാവർക്കും അറിയാം, അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തേങ്ങ ഇടുകയാണ്. ഈ പുട്ടിൻ്റെ പൊടി ഇടുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറയാൻ, വലിയ ആൾക്കാർക്കൊക്കെ അറിയാം, ചെറിയ മക്കളൊക്കെ ഇപ്പോൾ പാചകമൊക്കെ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ കുറ്റി ഉണ്ടല്ലോ, നന്നായി ഒന്ന് നനഞ്ഞിട്ട് ഒന്ന് തോർത്താൻ വെക്കണം ആദ്യം, എത്ര കഴുകി വെച്ച സാധനമാണെങ്കിലും. കാരണം അങ്ങനെ നനയ്ക്കുന്നത് കൊണ്ട് പുട്ട് ഇതിൽ പിടിക്കാതെ നല്ല രീതിയിൽ വരുമെന്നാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇത് ഫിക്സ് ചെയ്തു. എല്ലാം വേണമെങ്കിൽ ഇച്ചിരി കൂടി കൊടുക്കാം. ഈ ഗോതമ്പ് പുട്ടൊക്കെ ഒന്ന് ആവി വരുമ്പോൾ ഒന്ന് താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ തേങ്ങയൊക്കെ വെച്ച് ഒന്ന് വയ്ക്കാം. ഒരു വിസിൽ വന്ന് ഞാനിപ്പോൾ അതൊന്ന് കുക്കറൊന്ന് തുറക്കാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പം കറക്റ്റ് നമുക്കത്
പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഉണ്ടോ വെള്ളം തീരെ വെള്ളമില്ല. അപ്പം കറക്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന അങ്ങനെ അല്ല, അതിൻ്റെ തന്നെ ലെവലിൽ മാത്രം വെള്ളം വച്ചാൽ മതി. ഇനി ആ മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ആയതിൻ്റെ ഭംഗിയാണ് ആ കാണുന്നത്, നമുക്ക് പച്ചയും മഞ്ഞയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കണ്ടോ. ഒന്ന് താളിക്കാൻ പോവുകയാണേ പയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത്, ഇത് ചില്ലി ഫ്ലേക്സ്, പിന്നെ കറിവേപ്പില. എൻ്റെ തന്നെ തോട്ടത്തിൽ നിന്നെടുത്തതാണ് കറിവേപ്പില. ഇത് എരിവ് ഞാൻ ആ പയറിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കണിയാപുരത്ത് വീട്ടിലൊക്കെ നീളത്തിനുള്ള ഉണക്കമുളക് ഉപ്പിലിട്ട വെള്ളത്തിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ പയറിൽ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത്. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നരയൊക്കെ ഇടാം, എനിക്കിഷ്ടമാണ് കടുക്. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി മൂത്തതിന് ശേഷം കറിവേപ്പില. ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇടാൻ പോകുന്നത്. ഇത് ലാസ്റ്റ്, കാരണം അത് കരിയാൻ പാടില്ല, ആ ഒരു റെഡ് കളറിൽ തന്നെ കിട്ടണം. അപ്പം അതുകൊണ്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമായിരിക്കും ഇടുന്ന ലാസ്റ്റ്. എന്താ നോക്കൂ ഫ്രഷ്നെസ്. അപ്പോൾ കറിവേപ്പില ഇടാം. ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ ഒരു കറിവേപ്പിലയുടെ പച്ചയും ഇതിൻ്റെ റെഡും എല്ലാം കൂടി കിട്ടുള്ളൂ. അല്ല കഴിഞ്ഞു. ഇനി ഇത് പയറിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മൾ ആ പയറിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ, അതുകൊണ്ടാണ് അതിന് ഇത്രയും ഭംഗി വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം ഇത് നല്ല എരിവും ഉപ്പും ആ ഒരു ഉള്ളിയുടെ മണവും കറിവേപ്പിലയുടെയും എല്ലാം കൂടി ഒരു വല്ലാത്ത എന്താ നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ. ഞങ്ങളുടെ പുട്ട്, പയറ്, പപ്പടം, പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി. എല്ലാവർക്കും പയർ ഇഷ്ടമല്ല. അപ്പം ഇന്നിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കടലക്കറിയാണ് എടുക്കുന്നത്. അത് ഞാൻ ഇതിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ കടലക്കറി എന്താ ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. നല്ല ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു സ്മെല്ല് ആണെന്ന് പറയും, നല്ല മട്ടൻ കറിയുടെയൊക്കെ പോലെ. എന്തായാലും ചെറിയ കടല ആണ്, കറുത്ത കടല. അപ്പം ആ കറിയും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നാം തരം ഗോതമ്പ് പുട്ട്, പയറ്, അത് പപ്പടം, കടലക്കറി. എനിക്ക് പയറൊക്കെ ഇച്ചിരി കൂടുതൽ വേണം. അതുപോലെ പപ്പടത്തിൻ്റെ ഒന്നാമത്തെ ആളാണ് കേട്ടോ ഞാൻ. പപ്പടം എത്ര കിട്ടിയാലും തികയില്ല. അപ്പം അത് കുറച്ച് എടുക്കാൻ എന്താ എത്ര ചെറുതാക്കിയാലും ഞാൻ ഒരുപാട് കഴിക്കും പപ്പടം. അതുകൊണ്ട് പകുതിയൊക്കെ ആക്കിയിട്ടാണ് പപ്പടം പൊരിക്കൽ. പക്ഷേ എടുക്കലൊക്കെ അതുകൊണ്ട് യാതൊരു കുറവും ഇല്ല. അപ്പോൾ ഒരല്പം കടലക്കറിയും. ഞാൻ ആദ്യം ഈ പുട്ടും പയറും പപ്പടമായിട്ടാണ് എൻ്റെ മിക്സ്. രണ്ടാമതാണ് ഞാൻ കടലക്കറി എടുക്കുന്നത്. എന്നാലും കുറച്ച് പ്ലേറ്റിലേക്ക് വയ്ക്കാം. കറിവേപ്പിലയും മുളകിൻ്റെ എരിവും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒത്തിരി പേരും നമുക്ക് ഓരോന്നും ചെയ്തിട്ട് അയച്ചു തരുന്നു ഉള്ളത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ ടിപ്പും ട്രിക്കും എല്ലാം മനസ്സിലാക്കി ഉണ്ടാക്കി കഴിച്ചു നോക്കുക, അഭിപ്രായം പറയുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഓരോരോ വീഡിയോ എടുത്ത് കാണണം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ആർട്ടാണോ, ക്രാഫ്റ്റാണോ, കുക്കിംഗ് ആണോ, ടൈലറിങ്ങിൻ്റെ ആണോ, എന്താണ് നിങ്ങളുടെ ഇഷ്ടവിഷയം എന്നൊക്കെ നിങ്ങൾ അറിയിക്കൂ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം.